അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ് എന്ന് തുടങ്ങുന്ന ആയത്ത് സൂറത്ത് സുമർ 3-ാമത്തേത്. ഇൻഷാ അല്ലാഹ് വളരെ വിശദമായി പറയേണ്ട ഒരു കാര്യമാണിത്. തുടർന്നുള്ള കാര്യങ്ങളുണ്ട്, എല്ലാം കൂടി ഒരുമിച്ച് ഇന്ന് പൂർത്തിയാവുകയില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ വിഷയം സംബന്ധിച്ച് ചെറിയൊരു വിശദീകരണം നൽകി നമുക്ക് ഒരു ഹദീസും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് നൽകുന്ന ഒരു മഹത്തായ ഒരു സന്ദേശമാണ് ഈ ആയത്തിലൂടെ, ഈ ചെറിയ ആയത്തിലൊരു ഭാഗത്തിലൂടെ നമുക്ക്. അതായത് തൗഹീദിനെ സംബന്ധിച്ച് തൗഹീദ് ഉലൂഹിയ, തൗഹീദ് റുബൂബിയ, തൗഹീദ് അസ്മാ സിഫാത്ത് എന്നിങ്ങനെ മൂന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് തൗഹീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി തൗഹീദ് ഉലൂഹിയായിരുന്നു പ്രബോധനം ചെയ്ത്. ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുകയും അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, ആ വാസ്തവം, ആ സത്യം എന്ത് ചെയ്യുക, നിങ്ങൾ സ്വീകരിക്കുകയും. ആ കാലഘട്ടം നമുക്ക് അറിയാമല്ലോ, ആരാധനകൾ അള്ളാഹുവിനും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്കും അർപ്പിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ തന്നെ അള്ളാഹുവിന് അർപ്പിക്കുന്ന അതേപോലെ തന്നെ സൃഷ്ടികൾക്കും അർപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആരാധനകൾ മുഴുവനും അള്ളാഹുവിന് മാത്രം അർപ്പിക്കണം, അള്ളാഹു ഒഴിയുള്ളവർക്ക് അർപ്പിക്കരുത് എന്നുള്ള ഒരു കൽപ്പന കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി പ്രബോധനം തുടങ്ങിയത്. പിന്നീട് വിശുദ്ധ ഖുർആനിലൂടെ എന്ത് ചെയ്തു, ഖുർആൻ വായിച്ച് പഠിച്ചു കൊണ്ട് 13 വർഷത്തോളം കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് എന്ത് ചെയ്തു, പ്രബോധനം ചെയ്തു. ആ ഖുർആനിലൂടെ അള്ളാഹുവിനെ സംബന്ധിച്ച്, ഈമാൻ കാര്യങ്ങളെ സംബന്ധിച്ച്, അതേപോലെ തന്നെ മരണാനന്തരം പരലോക ജീവിതം, സ്വർഗം, നരകം, അതേപോലെ തന്നെ പൂർവകന്മാരുടെ ചരിത്രം, മനുഷ്യാരംഭം, ഈ ലോകത്തിൻ്റെ ആരംഭം, അതേപോലെ തന്നെ അവസാനം, ഇതുപോലെ പല കാര്യങ്ങളും, പല സമുദായത്തെയും നശിപ്പിച്ചത്, ഇത്യാദി കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട്, അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തിക്കൊണ്ട്, പ്രവാചകന്മാരെ പരിചയപ്പെടുത്തിക്കൊണ്ട്, ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട്, സ്വർഗത്തെ പറ്റിയും നരകത്തെ പറ്റി പരിചയപ്പെടുത്തിക്കൊണ്ട് ഈമാൻ കാര്യങ്ങളും അതേപോലെ ചരിത്ര സംഭവങ്ങളും പഠിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ആദ്യം തന്നെ എന്ത് ചെയ്തു, ആരാധനയ്ക്ക് അർഹനായി അള്ളാഹു എല്ലാം മറ്റാരില്ല എന്ന സന്ദേശം ആണ് പഠിപ്പിച്ചു കൊടുത്ത ശേഷം പിന്നീട് അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു റബ്ബാകുന്നു, തൗഹീദ് റുബൂബിയ അത് ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നു. പിന്നീട് തൗഹീദ് അസ്മാ സിഫാത്ത്, അള്ളാഹുവിൻ്റെ ധാരാളം സിഫത്തുകൾ, അർ-റഹ്മാൻ, റഹീം, അങ്ങനെ എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവന്, പാപം പൊറുക്കുന്നവനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഇങ്ങനെ ധാരാളമായ ഖാലിഖാണ്, പല അള്ളാഹുവിനുള്ള വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, നമ്മൾ ധാരാളം നാമങ്ങളുണ്ടല്ലോ, 99 നാമങ്ങളുണ്ട് എന്നാണ് ഹദീസിലൂടെ വന്നിട്ടുള്ളത്. ചില പണ്ഡിതന്മാർ പറയുന്നു അത് കൂടുതലുമുണ്ട്, അതുകൊണ്ട് നമുക്ക് 99 നിർത്താൻ പറ്റില്ല എന്ന്. ഏതായാലും ശരി, അപ്പോൾ അള്ളാഹുവിനുള്ള അസ്മാകൾ അതിനെ സംബന്ധിച്ച ഖുർആൻ ചെയ്യുന്ന പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അപ്പോൾ അള്ളാഹുവിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുക, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ പറ്റി പഠിപ്പിക്കുക, ഇത്തരം കാര്യങ്ങളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലുണ്ടായിരുന്ന ജനങ്ങൾക്ക് ഓതിക്കൽപ്പിച്ചിരുന്നു. അങ്ങനെ അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയിട്ട് എവിടെ എത്തി, മുഴുവൻ കാര്യങ്ങളും എന്തൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്, കാര്യങ്ങൾ മുഴുവനും ദീൻ പൂർത്തിയാകുന്നതോടുകൂടി പൂർണ്ണമായും കാര്യങ്ങളെ, ദീനെ പറ്റിയുള്ള പൂർണ്ണ വിവരം
എന്ത് ചെയ്തു? ഓതി കേൾപ്പിച്ചു. അപ്പം അതിനൊരു ചുരുക്ക രൂപമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു തആല നമുക്ക് നൽകുന്നത്. ഈ ഞാൻ ഓതി കേൾപ്പിച്ച വചനത്തിലൂടെ അത് ഇൻഷാ അല്ലാഹ് ഓതി കേൾപ്പിച്ചുകൊണ്ട് അതിൻ്റെ സാരാർത്ഥം പറഞ്ഞ് ഒരു ഹദീസും പറഞ്ഞ് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യം അടുത്ത ദിവസങ്ങളിൽ. അലാ, അറിഞ്ഞേക്കുക, ലില്ലാഹി, അള്ളാഹുവിനാവുന്നു, അദ്ദീന്, നിഷ്കളങ്കമായ കീഴ്വണക്കം അള്ളാഹുവിനാകുന്നു. അപ്പോൾ കീഴ്വണക്കം എന്ന് പറഞ്ഞാൽ കീഴ്വണക്കം എന്ന താട്ടുകളും അതേപോലെ തന്നെ ഇബാദത്തും, അതാണ്. അത് രണ്ടും ഒടുങ്ങുമ്പോഴാണ് കീഴ്വണക്കം ഉണ്ടാവേണ്ടത്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വിശ്വസിച്ച് അത് സ്വീകരിക്കാൻ എന്ത് ചെയ്യുക? നമ്മളത് തയ്യാറാവുക, മനസ്സിനെ പാകപ്പെടുത്തുക ആദ്യം. പിന്നീട് എന്ത് ചെയ്യുക? അള്ളാഹുവിനെ അതൊക്കെ അങ്ങനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ അള്ളാഹുവിനെ എന്ത് ചെയ്യുക? ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. എന്നാൽ ചുരുക്കത്തിൽ ആ വിഷയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്, അലാ, അറിഞ്ഞേക്കുക, ലില്ലാഹി, അള്ളാഹുവിനാവുന്നു, അദ്ദീനുൽ ഖാലിസ, നിഷ്കളങ്കമായ കീഴ്വണക്കം. നിഷ്കളങ്കമായ കീഴ്വണക്കം അള്ളാഹുവിനാവുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അള്ളാഹുവിനെ മാത്രമായും ആരാധിക്കേണ്ടത് എന്നുള്ള ഒരു ചുരുക്ക രൂപമാണ് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. കൂടുതൽ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പഠിക്കുവാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും വരുന്ന ദിവസം അല്ലാഹു തൗഫീഖ് മാറട്ടെ. ആമീൻ യാ റബ്ബൽ ആമീൻ. നമുക്ക് ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. അത്തൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ ഫഖാല യാ റസൂലല്ലാഹ് മൽ മൂജിബതാനി قال فقال رسول الله صلى الله عليه وسلم من مات لا يشرك بالله شيئا دخل الجنة ومن مات يشرك بالله شيئا دخل النار. അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു റജുൽ, ഒരാൾ. ഫഖാല, എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, മൽ മൂജിബത്താനി, സ്വർഗവും നരകവും നിർബന്ധമാക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്താകുന്നു? വിഷയത്തെ അങ്ങനെയാണ് മനസ്സിലാകേണ്ടത്. എന്താണ് രണ്ട് കാര്യങ്ങൾ എന്നാണ് ചോദ്യം. അപ്പോൾ അതിൽ നിന്നും അൽ മൂജിബാത്താൻ എന്ന് പറയുന്ന ഇതാണ് അർത്ഥം. മറ്റു വിഷയങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടിയിലൂടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ മാത, വല്ലവരും മരിച്ചു, ലാ യുശ്രിക് ബില്ലാഹി ഷൈആ, അള്ളാഹുവിൽ യാതൊന്നും പങ്കു ചേർക്കാത്ത നിലയിലാണ് അവൻ തൗഹീദോടുകൂടി മരിച്ചു, ദഖൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. വമൻ മാത, വല്ലവനും മരിച്ചു, ഇശ്രിക് ബില്ലാഹി ഷൈആ, അള്ളാഹുൽ പങ്കു ചേർത്തുകൊണ്ടാണ് മരിച്ചതെങ്കിൽ ദഖൽ നാർ, നരകത്തിൽ നാം പ്രവേശിപ്പിക്കും. അപ്പം നരകം സ്വർഗം നിർബന്ധമായി കിട്ടുന്ന സ്വർഗത്തിലോ നരകത്തിലോ പ്രവേശിപ്പിക്കപ്പെടുവാൻ നിർബന്ധമായ രണ്ട് കാര്യങ്ങൾ ആണ് ഈ ഹദീസിലൂടെ പഠിപ്പിച്ചത്. രണ്ട് കാര്യം. അപ്പോൾ സ്വർഗം നിർബന്ധമാവുന്നു, ആ ഒരു കാര്യമുണ്ട്. അതേപോലെ നരകം നിർബന്ധമാവുന്നു, ആ ഒരു കാര്യമുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ തൗഹീദോട് കൂടിയിട്ട് ആണ് മരിച്ചാൽ എത്ര തന്നെ പാപിയായാലും ശരി, അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? പാപം പുറത്തു കൊടുക്കുകയോ അല്ലെങ്കിൽ നരകത്തിൽ ശിക്ഷിക്കുകയോ ചെയ്യുന്ന ശേഷമെങ്കിലും അവസാനം ചെയ്യുന്നു, അവന് നിർബന്ധമായും സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. എന്താണ്? മരിക്കുമെന്ന് തൗഹീദോടുകൂടിയാണ് മരിക്കേണ്ടത്. മറ്റേ പുറത്തു കൊടുക്കലും നരകത്തിലെടുക്കലും ഇടലും ഒക്കെ അത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം പോലെ അള്ളാഹു ചെയ്യും. അതേപോലെ തന്നെ ഷിർക്കോട് കൂടി ഒരാൾ മരണപ്പെട്ടു പോയി എന്നിരിക്കുക, എത്ര തന്നെ അമലുകൾ അദ്ദേഹം ചെയ്താലും ശരി, ഒരിക്കലും അദ്ദേഹത്തെ എന്തല്ല സ്വർഗത്തിൽ പ്രവേശിക്കില്ല, അദ്ദേഹം നരകമായിരിക്കും. അപ്പം നരകം നിർബന്ധമാകുന്നു, സ്വർഗം നിർബന്ധമാകുന്നു. രണ്ട് രൂപമാണ്. രണ്ട് കാര്യങ്ങൾ കൊണ്ട് സ്വർഗവും നരകവും നിർബന്ധമാകുന്ന കാര്യങ്ങളാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇത്തരം കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, മറ്റൊരു പഠിപ്പിച്ചു കൊടുക്കുക. തൗഹീദിൻ്റെ പ്രാധാന്യം, ശിർക്കിൻ്റെ ഗൗരവമാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മറ്റുള്ളവർ കൂടി പഠിപ്പിച്ചു കൊടുത്ത് മാതൃകയായി ജീവിച്ചു മരിക്കുവാനും അത് നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സത്യവിശ്വാസ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ വലംനാ അൻഫുസനാ വലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. أنت المستعان وعليك البلاغ. لا حول ولا قوة إلا بالله
ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله